Hi friends, welcome to vaaB creation. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്പൈറൽ ഹാങ്ങിങ് ആണ്. ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്പൈറൽ ഹാങ്ങിങ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ആക്കി വെക്കുക. നമുക്ക് വീഡിയോയിലോട്ട് നമുക്ക് സ്പൈറൽ ഹാങ്ങിങ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഒരു ത്രെഡാണ്. ആ ത്രെഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ടങ്കീസ് ഉപയോഗിച്ചിട്ടും ഇത് കെട്ടാൻ പറ്റും. പിന്നെ നമുക്കിത് ഹാങ് ചെയ്യാനായിട്ട് ഒരു സെൽഫ് വാട്ടറിങ്ങിൻ്റെ പോട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഒരു ചെടിച്ചട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ സ്പൈറൽ ഹാങ്ങിങ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. നമുക്കിത് ഹോളില്ലാണ്ടാണ് ഈ ചെടിച്ചട്ടി കിട്ടുന്നത് കേട്ടോ. ഒരു 4 ഇഞ്ചിൻ്റെ ചെടിച്ചട്ടിയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സോൾഡറിങ് അയൺ വെച്ചിട്ട് അതിനൊരു 3 ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഞാനൊരു പഴയ സോൾഡറിങ് അയൺ എടുത്തിട്ടാണ് ഇവിടെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിലാണ് നമ്മൾ ഹോൾ ഇടുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ കറക്റ്റായിട്ടുള്ള അളവിൽ ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. 3 ഹോളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരേ ലെവലിൽ തന്നെയാണ് അതിൻ്റെ ഹോളുകൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ 12 പീസാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 12 പീസിന് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതുപോലത്തെ 12 ചെടിച്ചട്ടിയുള്ള ഹാങ്ങിങ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിത് 12 എണ്ണത്തിനും ഇതുപോലെ ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടത് ഇതാണ്. ഇത് നമ്മുടെ മേളിൽ നിന്ന് ഹാങ് ചെയ്ത് വയ്ക്കാനുള്ള ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഇതിനും ഇതുപോലെ നമ്മൾ ഹോൾ ഉണ്ടാക്കി വെക്കണം. ഓൾറെഡി ഇതിനിവിടെ ഒരു 3 ഹോള് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ബാക്കി ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കണം. ഇത് ഹാങ്ങിങ് ചെടിച്ചട്ടി ആയതുകൊണ്ട് 3 ഹോള് ഓൾറെഡി അതുമ്പോൾ തന്നെ ഉണ്ട്. ബാക്കിയുള്ള ഹോളുകളാണ് നമുക്ക് ഇടേണ്ടത്. അപ്പോൾ അത് ഇടാനായിട്ട് അതിൽ തന്നെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഒരു ചെറിയൊരു ഡിസൈനാണ്. പക്ഷെ നമ്മൾ അതിൽ കറക്റ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ ഹോളുകളിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള ഹോളുകളും ഇതുപോലെ സോൾഡറിങ് അയൺ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാലൻസ് ഉള്ള എല്ലാ ഹോളുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 12 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മോൾ വശം ഹാങ് ചെയ്യാനായിട്ട് മുകളിലും കൂടി ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ വൈറ്റ് പോർഷനിൽ ചെറിയൊരു ഹോളും കൂടി മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ റെഡ് ത്രെഡ് വെച്ചിട്ടാണ് കെട്ടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 2 ഹോളിലേക്കാണ് ഫസ്റ്റ് ഇത് കെട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ട മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അത് കെട്ടാനായിട്ട് വേണ്ടത് 9 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ 9 ഇഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ആ 2 ഹോളിൽ കെട്ടാനായിട്ട് 9 ഇഞ്ചിൻ്റെ 12 എണ്ണം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ 12 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തേന് അത് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ സിമ്പിളായിട്ട് കെട്ടണ പോലെ തന്നെ നമുക്ക് കെട്ടിയാൽ മതി. ഇത് ജസ്റ്റ് എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ഹോളിലേക്കും കൂടി ഇട്ടിട്ട് 2 സൈഡിലും ഒരുപോലെ കെട്ടിയെടുക്കാം. 12 ചെടിച്ചട്ടിക്കും ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടിയതിന് ശേഷം കൂടുതലായിട്ട് നിൽക്കുന്ന നൂലിൻ്റെ വശം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഉരുക്കി വെച്ച് കൊടുക്കാം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ഇങ്ങനെ പിന്നി പോരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ചെറുതായിട്ടൊന്ന് 2 സൈഡും ഉരുക്കി കൊടുക്കണം. അങ്ങനെ നമുക്ക് 12 എണ്ണത്തിൻ്റെയും ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള ഹോളിൽ നിന്ന് അതാണ് മെയിൻ ലെങ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു 2ാമത്തെ ത്രെഡിലേക്ക് കെട്ടും വേണം. പിന്നെ നമുക്കത് ഹാങ് ചെയ്യാനായിട്ടുള്ള നീളം കൂടിയും വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കി നോക്കാം. നമുക്ക് ആദ്യത്തെ ഒരു പോട്ട് കെട്ടാനായിട്ട് വേണ്ടത് 15 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അത് ആ 3ാമത്തെ ഹോളിൽ നിന്ന് എടുത്തിട്ട് കെട്ടണത് മുകളിലേക്ക് ഞാൻ നിൽക്കണ ഒരു പോർഷനും കൂടിയിട്ടാണ് കേട്ടോ 15 ഇഞ്ച് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തേന് 15 ഇഞ്ചിൽ കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് അത് കെട്ടിക്കൊടുക്കാം കേട്ടോ. അത് നമ്മൾ സാധാരണ നേരത്തെ കെട്ടിയ പോലെ തന്നെ സിമ്പിളായിട്ട് അത് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്കതിനെ സെൻറ്ററിലേക്ക് പിടിച്ചിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആവണ രീതിയിൽ വേണം കെട്ടിക്കൊടുക്കാനായിട്ട്. ഇത് തന്നെയാണ് ബാലൻസ് ആയിട്ട് ഹാങ് ചെയ്ത് വെക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് കറക്റ്റ് സെൻറ്ററാക്കി പിടിച്ചിട്ട് വേണം ബാലൻസ് അത് കെട്ടി ടൈറ്റ് ചെയ്യാനായിട്ട്.
അപ്പോൾ ആദ്യം ജസ്റ്റ് ലോക്ക് ചെയ്തിട്ട് അതിനെ കറക്റ്റ് സെൻറ്ററാക്കി പിടിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ 15 ഇഞ്ചിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് നമുക്കൊരു 10 ഇഞ്ചോളാണ് ഹാങ്ങിങ്ങിനായിട്ട് കിടക്കണത്. നമുക്കപ്പോൾ ബാലൻസ് കുറച്ചധികം ത്രെഡ് ഉണ്ട്. ശരിക്കും 5 ഇഞ്ച് ഹൈറ്റൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആ ബാലൻസ് പോർഷൻ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത്രയും പോർഷൻ ഇങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥലത്ത് ഇടയിലൊന്ന് പേൾ വെച്ച് കൊടുക്കാനാണ് പോണത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്രിസ്റ്റൽ ഷൈനിങ് ഉള്ളൊരു പേളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പേളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൊള്ളുമ്പോൾ നല്ലൊരു ഷൈനിങ് ആണ് അതിന്. അപ്പോൾ നമ്മുടെ പോട്ട് ഇതൊക്കെ എടുക്കുമ്പോൾ വെയിലത്ത് നല്ലൊരു മഴവില്ലിൻ്റെ ഒരു കളറൊക്കെ വരും അതിൽ. അപ്പോൾ അത് കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പേൾ വെച്ചിട്ടാണ് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഏത് പേൾ വേണമെന്ന് വെച്ചാലും കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പേൾ വെച്ചിട്ട് അത് കെട്ടി കൊടുക്കുന്നതാണ്. നമുക്ക് ആദ്യത്തേന് ഒരു പേളാണ് കെട്ടി കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് അതിൻ്റെ ഒരു സെൻറ്ററിൽ നോക്കിയിട്ട് നമ്മൾ ഒരു പേൾ കെട്ടി കൊടുത്തിരിക്കുകയാണ്. നമുക്കിനി രണ്ടാമത്തെ പോട്ട് കെട്ടാനായിട്ടുള്ള മെഷർമെൻറ്റ് നോക്കാം. നമ്മൾ ആദ്യം കെട്ടാനായിട്ട് 15 ഇഞ്ച് മെഷർമെൻറ്റിലാണ് ആദ്യത്തെ പോട്ട് കെട്ടി വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കെട്ടാനായിട്ട് നമുക്ക് 20 ഇഞ്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ 5 ഇഞ്ച് കൂടുതലായിട്ടാണ് നമ്മൾ ഓരോ പോട്ടും കെട്ടണത്. ഇനി മൂന്നാമത്തെ കിട്ടുമ്പോൾ നമ്മൾ 20 എന്നുള്ളത് 25 എടുത്തിട്ട് വേണം നമ്മൾ മൂന്നാമത്തെ പോട്ട് കെട്ടാനായിട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 12 പോട്ടും 5 ഇഞ്ച് കൂടുതൽ വീതം എടുത്തിട്ട് നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. അതിലെല്ലാത്തിലും ഇടയിൽ ഒരെണ്ണത്തിൽ ഒരു പേള്, രണ്ടാമത്തേൽ 2 പേള് വീതം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹുക്ക് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഹുക്ക് പിടിപ്പിക്കാനായിട്ട് അതിൻ്റെ സെൽഫ് വാട്ടറിങ് ഉണ്ടല്ലോ അത് ഊരിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ടങ്കീസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് കെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ലെങ്ത്ത് ടങ്കീസ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ടങ്കീസ് നമ്മൾ ആ ഒരു ഹുക്ക് ഉണ്ടല്ലോ ആ ഹുക്കിൽ കെട്ടി ജോയിൻ ചെയ്യാണ്. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് നമുക്ക് ആ ഹുക്കിൽ കെട്ടി കൊടുക്കാം. ടങ്കീസ് ആയതുകൊണ്ട് പെട്ടെന്നൊന്നും പൊട്ടിപ്പോവൊന്നുമില്ല. വെയിൽ കൊണ്ട് കഴിഞ്ഞാലും അതൊന്നും പൊട്ടിപ്പോവില്ല കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമുക്കത് ഹുക്കിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ സെൽഫ് വാട്ടറിങ്ങിൻ്റെ പൂട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ ഒരു വൈറ്റ് പോർഷൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് നമ്മുടെ വലിയ പൂട്ടിൻ്റെ അടിവശത്തായിട്ടാണ് നമ്മളത് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കെട്ട് മുകളിലേക്ക് കാണില്ല. അങ്ങനത്തെ രീതിയിലാണ് നമ്മളത് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ മുഴുവനും നിറയെ ഹോളുകളുണ്ട്. അപ്പോൾ അതിലൊരു സെൻറ്ററിൽ 2 ഹോളുണ്ട്. ഉള്ളിൽ കൂടെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തതിന് ശേഷം ഉള്ളിൽ വെച്ചിട്ട് അത് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ സെൽഫ് വാട്ടറിങ്ങിൻ്റെ മുകൾ വശം നമ്മൾ വിരിയിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ടൈറ്റായിട്ടിരിക്കും. പിന്നെ നമുക്കത് ഉള്ളിൽ കെട്ടി കൊടുക്കാം. ഇപ്പോഴാകുമ്പോൾ നമ്മുടെ കെട്ട് പുറത്തേക്കും കാണില്ല, വൃത്തികേടൊന്നും ഇല്ലാണ്ട് ഹുക്ക് മാത്രമായിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് എവിടെ വേണമെങ്കിലും ഊരി ഹാങ് ചെയ്യാനായിട്ടും എളുപ്പത്തിൽ ഹാങ് ചെയ്ത് വെക്കാനായിട്ടും ഇത് പറ്റും. ഇനി നമുക്കിതിൻ്റെ ബാലൻസ് വരുന്ന വശം കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും ഒന്ന് ഉരുക്കി ഒന്ന് കൊടുക്കണം കേട്ടോ. അത് കെട്ടഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഉള്ളത് ഒന്ന് ചെറുതായിട്ട് ഉരുക്കി കൊടുക്കുന്നത്. ഉള്ളിലൊക്കെ ചെയ്യുമ്പോൾ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തിരി ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹാങ് ചെയ്യാനുള്ള പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന 12 പോട്ട് ആ കറക്റ്റ് അളവിൽ വെച്ചിട്ട് നമ്മൾ ഇതിൽ കെട്ടി കൊടുക്കുകയാണ്. ആദ്യം ഏറ്റവും ചെറുത് വെച്ച് കൊടുക്കാം. അഞ്ച് ഇഞ്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടാമത്തെ സൈസ് കെട്ടി കൊടുക്കാം. തൊട്ടടുത്ത ഹോൾ വെച്ച് കെട്ടുമ്പോൾ മുകളിലെ ഹാങ്ങിങ് ഒന്ന് കറക്റ്റ് പിടിക്കുക. കറക്റ്റ് ഇതിൻ്റെ താഴെ കണ്ട് നിൽക്കുന്ന രീതിയിൽ ഇതിന് കെട്ടി കൊടുക്കും.
പെർമനൻ്റ് ആയിട്ടുള്ള സ്പൈറൽ ഹാങ്ങിങ് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാതും കറക്റ്റ് മെഷർമെൻറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കെട്ടാനായിട്ട് ഈസി ആയിരിക്കും. കുറച്ചും കൂടി അല്ലാതെ നല്ല രസമായിട്ട് നമുക്ക് അറ്റം വരെ കിട്ടുകയും ചെയ്യും. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ പൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ആവശ്യക്കാർക്ക് നമുക്കത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ